സത്യം പറഞ്ഞത് എന്താ ഡോക്ടറുടെ ആക്ടിവിറ്റി എന്താ ചെയ്യുന്നത്? നമ്മള് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. എല്ലാ മാസവും ജലദോഷം, മൂക്കടപ്പ്, ചുമ, പിന്നെ ശ്വാസം മുട്ടല്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവും, ആന്റിബയോട്ടിക് എടുക്കും, കുറെ കഫ് സിറപ്പ് എടുക്കും. ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഒരു 4-5 റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് അലർജി എന്നുള്ളത്. നമ്മളിപ്പോ കോമൺ ആയിട്ട് കാണുന്ന അലർജിയിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ? കോമൺ ആയിട്ട് കാണുന്നതാണ് ഡസ്റ്റ് മൈറ്റ്, ബെഡ്ഷീറ്റ്, തലേണ, ഏറ്റവും കൂടുതലായിട്ട് അതിലാണ് കാണുന്നത്. അതുമാതിരി കോക്രോച്ച്, പൂമ്പൊടി, ഇതൊക്കെയാണ് നമ്മളെ അലർജിക്കുള്ള കാരണങ്ങൾ. അപ്പൊ നമ്മളത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ അതിന്റെ വെരി സ്മോൾ ഡോസ് കൊടുത്തിട്ട് അതിലൊരു പിക്ക് കൊടുക്കുമ്പോൾ എന്താണോ അലർജി, നമ്മൾ അലർജി ഉണ്ടെങ്കിൽ ആ ഒരു റെസ്പോൺസ് നമുക്ക് തന്നെ കാണാൻ പറ്റും. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഹെൽത്ത് ഇന്നോവേഷൻ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാലിക്കറ്റാണുള്ളത്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത, നമ്മൾ പല ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും കുട്ടികൾക്ക് മാത്രമായിട്ടൊരു സെന്റർ, ആസ്പയർ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പല പല ഹോസ്പിറ്റലിലും പോകുമ്പോഴും അവിടെ മാത്രം കുട്ടികൾക്ക് വേണ്ടി വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണ്. ഡോക്ടർ വൺ ഓഫ് ദ പാർട്ട് ഓഫ് ദ ഡയറക്ടറാണ്, പിന്നെ ഒരു സന ഡോക്ടറും ഒരു ഡയറക്ടറാണ്. നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി ആസ്പയർ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്താ? ഇവിടെ ഇപ്പോൾ ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ പീഡിയാട്രിക്സിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഒരുമിച്ച് അണ്ടർ വൺ അംബ്രല്ല. എല്ലാവരും ഇപ്പോൾ 22 സ്പെഷ്യാലിറ്റീസ് ഉണ്ട് നമുക്കിവിടെ. ജനറൽ പീഡിയാട്രിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കാർഡിയോളജി, പീഡിയാട്രിക് കാർഡിയോളജി, പീഡിയാട്രിക് ന്യൂറോളജി, പീഡിയാട്രിക് ഗാസ്ട്രോ നെഫ്രോ, അലർജി ആസ്മ ഡിപ്പാർട്ട്മെന്റ് എന്ന് തുടങ്ങി 22 ഡിപ്പാർട്ട്മെന്റ്സ് ഇൻക്ലൂഡിങ് സൈക്കോളജിസ്റ്റും ഡയറ്റീഷ്യൻ അടക്കം 22 ഡിപ്പാർട്ട്മെന്റ്സ് ഒരുമിച്ച് റൺ ചെയ്യുന്ന സെന്റർ ആണിത്. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഡോക്ടർ കാഴ്ചപ്പാടിൽ? കേരളത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ഇല്ല. ഇപ്പൊ എല്ലാം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കൂടെ ഉള്ള ഹോസ്പിറ്റൽസ് ആണ് ഉള്ളത്. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ അപ്പോളോ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ഹോസ്പിറ്റൽസ് ഒക്കെ ബാംഗ്ലൂർ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഇതൊരു ആക്ച്വലി ഞങ്ങളൊരു പ്രാക്ടീസിന്റെ മുകളിൽ നമുക്ക് വന്നിട്ടുള്ള പേഷ്യൻസ് അനുഭവിക്കുന്ന ഒരു ഡിഫിക്കൽറ്റി കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെന്റർ ആണ്. അപ്പോൾ നമ്മളിപ്പോ ഒരു അസുഖം വന്നു, എന്തായാലും നമുക്ക് ക്രോസ് കൺസൾട്ടേഷൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ പേഷ്യൻസിന് നമ്മൾ വേറെ ഹോസ്പിറ്റലിലുള്ള വേറെ കൺസൾട്ടന്റ് എടുത്ത് വിടണം. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് സ്ഥലങ്ങൾക്ക് നമുക്ക് ഒരു പേഷ്യന്റിന് 2 ഹോസ്പിറ്റലും 3 ഹോസ്പിറ്റലൊക്കെ വിടേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രീടേം ബേബി ജനിക്കുകയാണെങ്കിൽ, ഞാൻ നിയോണറ്റോളജിസ്റ്റ് ആണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ കാർഡിയോളജിക്ക് സ്ഥലത്ത് വിടണം, ന്യൂറോളജിക്കൽ വേറെ സ്ഥലത്ത് വിടണം, അപ്പോൾ കണ്ണ് നോക്കാൻ വേറെ സ്ഥലത്ത് വിടണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവര് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി വരുന്ന ഒരു ഡിഫിക്കൽറ്റി നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്തത്. നമുക്കിവിടെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഡോക്ടർ? 22 ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പീഡിയാട്രിക് ഡെന്റിസ്ട്രി ഉണ്ട്, പീഡിയാട്രിക് ഒഫ്താല ഉണ്ട്, പിന്നെ അലർജി ആസ്മ സ്പെഷ്യലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ നമുക്കൊരു സീനിയർ പീഡിയാട്രിഷ്യൻസ് വരുന്നുണ്ട്, HODs ആയിട്ടുള്ള പല പീഡിയാട്രിഷ്യൻസ് വരുന്നുണ്ട്. അപ്പം ബേസിക്കലി നമ്മളൊരു പിന്നെ നമ്മളെ വർക്കിംഗ് ടൈമാണ് അടുത്തൊരു ഇത് പറയാം. നമ്മൾ മോർണിംഗ് 8 AM സ്റ്റാർട്ട് ചെയ്യും, ഈവനിങ് 8 PM വരെ ഉണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഈവനിംഗിൽ ഏതെങ്കിലും ക്ലിനിക്ക് പോവാം. അപ്പൊ അവർക്ക് ജോബിന് എഫക്ട് ആവണില്ല. ഒരു വർക്കിംഗ് പാരന്റ്സ് ആണ്. ഇപ്പം എല്ലാവരും 2 വർക്കിംഗ് ആണ് മോസ്റ്റ്ലി. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ അസുഖമുള്ള ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അന്ന് ഡോക്ടറെ കാണിക്കാന്ന് വെച്ച് 2 ലീവ് ആക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും. അപ്പൊ ഒന്നെങ്കിൽ രാവിലെ പോണതിന് മുമ്പ് ഡോക്ടറെ കാണിച്ച് 8 മണിക്ക് വന്ന് ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കൊടുത്ത് അവർക്ക് ജോബിന് പോയിട്ട് വരാം. എല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈവനിങ് ആണെങ്കിലും അത് ചെയ്യാൻ വരാൻ പറ്റും. പിന്നെ ഉള്ളത് വാക്സിനേഷനും ഇതാണ് നമ്മൾ അടുത്ത ഒരു റെഗുലർ ആയിട്ട്. സാധാരണ പോകുന്നത് ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക്. അതെ, ഈവനിങ്ങിൽ പോവും. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ മോർണിംഗ് ടൈമിങ്ങിൽ അല്ലെങ്കിൽ ഒരു വാക്കിംഗ് ടൈമിലാണ് യൂഷ്വലി ഒരു 10 to 6 ഒക്കെയാണ് എല്ലാ ഹോസ്പിറ്റൽസും വാക്സിനേഷൻ എടുക്കുക. അപ്പൊ നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ രാവിലെ 8 AM മുതൽ 8 PM വരെ വാക്സിനേഷൻ എടുക്കും. അഗെയിൻ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പൊ ഒരു വർക്കിംഗ് കമ്മ്യൂണിറ്റിക്ക് ഇറ്റ് ഷുഡ് നോട്ട് ബി എ ഡിഫിക്കൽറ്റി. അവരെ വർക്ക് കാരണം ബേബിയുടെ വാക്സിനേഷൻ ലേറ്റ് ആവുക, അല്ലെങ്കിൽ ബേബിയുടെ വാക്സിനേഷൻ കാരണം അവരെ വർക്കിന് ഡിഫിക്കൽറ്റി വരെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കൺസെപ്റ്റിന് മുകളിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു കോൺസെപ്റ്റ് അല്ലേ? അതെ. അവർ വന്നു കഴിഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം 20ഓളം ഡോക്ടേഴ്സും. ഞാൻ കഴിഞ്ഞ ദിവസം
നമ്മൾ ഈ ഡിസ്കഷൻ വന്ന സമയത്ത് സന ഡോക്ടറുടെ 1-2 വീഡിയോസ് കാണായിരുന്നു. അലർജി ആസ്മ എന്നുള്ളത് ഇപ്പൊ കോമൺ എല്ലാ ആൾക്കാർക്കും വലിയൊരു ഇഷ്യൂ. അതെ, അത് ആക്ച്വലി അലർജി ആസ്മ പല രീതിക്കുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തും കാണാം. അഡൽട്ട് സൈഡിൽ പീഡിയാട്രിക് അലർജി ആസ്മ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ കേരളത്തിൽ ഇല്ല. അപ്പം അതൊരു ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ പീഡിയാട്രിക് അലർജി ആസ്മ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് റിക്കറന്റ് ആയിട്ട് ഇങ്ങനെ പല എല്ലാ മാസവും അസുഖങ്ങൾ വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ഹെൽപ്പായിട്ട് നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലെ ഓൾമോസ്റ്റ് 1 year ആവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മളെ ഫോളോ അപ്പിലുള്ള ഹാപ്പി ആയിട്ട് ഇപ്പം വൺസ് ദേ അണ്ടർസ്റ്റുഡ് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായി അതിനനുസരിച്ച് കറക്റ്റായി ട്രീറ്റ്മെന്റ് കൊടുക്കും ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് പേരൻസിനെ നമുക്ക് തന്നെ പേഴ്സണലി അറിയാം. നമുക്ക് സന ഡോക്ടർ ഒന്ന് കണ്ടിട്ടെ ഒരു കുട്ടിയുടെ ഒരു അലർജി ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അതിന്റെ ടെസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് സംസാരിച്ച് ഡോക്ടറെ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. സന ഡോക്ടർ അല്ലേ? നമ്മൾ സന ഡോക്ടർ റീൽസ് ഒക്കെ ഡയറക്ടർ കൂടിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ സന ഡോക്ടർ സാധാരണ ഈ കുട്ടികൾക്ക് അലർജി ആസ്മ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അത് എങ്ങനെ നമുക്ക് അല്ലെ ഡോക്ടറെ എങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യാം? താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോയിൽ വന്നതിൽ കാണിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇവിടെ ഇത് സത്യം പറഞ്ഞത് എന്താ ഡോക്ടർ ഇവിടെ ആക്ടിവിറ്റി എന്താ ചെയ്യുന്നത്? നമ്മള് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഒരു എല്ലാ മാസവും ജലദോഷം, മൂക്കടപ്പ്, ചുമ, പിന്നെ ശ്വാസം മുട്ടല്. എന്നിട്ട് ഡോക്ടർ അടുത്ത് പോവും, ആന്റിബയോട്ടിക് എടുക്കും, കുറെ കഫ് സിറപ്പ് എടുക്കും, കുറെ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യും, അതുപോലെ മോണ്ടക്കൽസി അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യും. ഒരു എവറി മന്ത് അല്ലെങ്കിൽ എവറി 2 months ഇങ്ങനെ ഒരു ഹിസ്റ്ററി ആയിട്ട്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് മൂക്കടപ്പ്, തുമ്മല് മാത്രമായിട്ട് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണ് ചുവപ്പോ ചൊറിച്ചിലോ ആ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഒരു 4-5 റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് അലർജി എന്നുള്ളത്. അപ്പൊ നമ്മൾ അലർജി എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തണം. എന്തുകൊണ്ടാണ് അലർജി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പറ്റണം. എന്നിട്ട് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അത് തന്നെ നമ്മൾ ബോഡിയിലേക്ക് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാം. ശരിക്കും അങ്ങനെയാണ് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളിങ്ങനെ എവറി മന്തിൽ നമ്മൾ ഈ ഡോക്ടറെ അടുത്ത് പോകുന്നത്, കഫ് സിറപ്പ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കുന്നത് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അലർജി എന്താന്നുള്ള, അലർജി ആണെങ്കിൽ അതെന്താന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനെ ചികിത്സിക്കണം. ഈ കുട്ടികൾക്കൊരു അലർജി പ്രശ്നം ഇപ്പം മൊത്തത്തിലൊരു പ്രശ്നമാണ് അല്ലെ? നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്താണ് പ്രശ്നം എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലെ? ബേസിക്കലി ഇപ്പം ഒരുപാട് ഇൻഫെക്ഷൻസ് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് മോസ്റ്റ്ലി അലർജി ആയിരിക്കാം. നമ്മളെപ്പോഴും ആ ഒരു പീരീഡിലുള്ള ട്രീറ്റ്മെന്റ് അസുഖത്തിന് വരേണ്ട ആ ഒരു കഫക്കെട്ട് ട്രീറ്റ് ചെയ്ത് വിടും. പലപ്പോഴും നമ്മളൊരു റെഗുലർ പ്രാക്ടീസിൽ അങ്ങനെയാണ് വരെ. അതിന്റെ റീസൺ എന്താണെന്നും അലർജി എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതിലോട്ട് നമ്മൾ പലപ്പോഴും അതെ, അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അതായത് നമ്മുടെ ലങ് അബ്നോർമാലിറ്റീസ് കാരണമാണോ, അതോ അലർജി ആണോ, അതോ ഹാർട്ട് ഇഷ്യൂസ് കാരണമാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടെത്തണം. എന്നിട്ട് ആ റീസണിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ ഒരു പനിയും ചുമയും ജലദോഷം അതിനെ ട്രീറ്റ് ചെയ്യുക, കഫക്കെട്ടിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതിലുപരി അതിന്റെ കാരണത്തിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളെ ഒരാളെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഇയാള് ഡോക്ടർ മോൻ തന്നെ കേട്ടോ, ഒരു ഡോക്ടർ കാണിക്കണ്ട. ഇവിടെ ഡോക്ടർ കുറെ മാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും എന്താണ് ഇവിടെ ചെയ്യുന്നത് ആക്ച്വലി. ഇത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന അലർജിയിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ഡസ്റ്റ് മൈറ്റ്, ബെഡ്ഷീറ്റ്, തലയണ ഏറ്റവും കൂടുതലായിട്ട് അതിലാണ് കാണുന്നത്. അതുമാതിരി കോക്രോച്ച്, പൂമ്പൊടി, ഇതൊക്കെയാണ് നമ്മളെ അലർജിക്കുള്ള കാരണങ്ങൾ. അപ്പൊ നമ്മളത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ അതിന്റെ വെരി സ്മോൾ ഡോസ് കൊടുത്തിട്ട് അതിലൊരു പിക്ക് കൊടുക്കുമ്പോൾ എന്താണോ അലർജി, നമ്മൾ അലർജി ഉണ്ടെങ്കിൽ ആ ഒരു റെസ്പോൺസ് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ടെസ്റ്റ് ആണ് സ്കിൻ പ്രിക്ക് ടെസ്റ്റ്, അലർജിന്റെ ടെസ്റ്റ്. അതെ അതെ അതെ, അലർജി ഉള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് ആദ്യം ചെയ്യണം. അതെ, അതായത് അലർജി ഉള്ള കുട്ടികൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഹിസ്റ്ററിയിലൂടെ നമുക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് അലർജി തന്നെയാണോ അല്ലയോ. ഇൻ കേസ് അലർജി ആണെങ്കിൽ ഏതെല്ലാം അലർജൻസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഹിസ്റ്ററി വൈസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തിനാണ് അലർജി എന്നുള്ളത്. ടെസ്റ്റ് ആണ് ഇത്. ഒരു ചെറിയൊരു കുത്തും പേടിക്കണ്ട, അവന്റെ ഉമ്മി തന്നെ കുത്തുമ്പോൾ കുഴപ്പമില്ലോ. പേടിക്കാനില്ല കേട്ടോ, അമ്മൻ ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ കേട്ടോ.
ഈ ഒരു പ്രിക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ്സിൽ ഇപ്പോൾ അലർജി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നല്ല സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങും, നല്ല ചൊറിച്ചിൽ വരാൻ തുടങ്ങും. അപ്പോ ആ ഒരു റിയാക്ഷൻ, അപ്പൊ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ എന്തിനാണോ അലർജി ഉള്ളത് അവിടെ അത് പൊങ്ങി വരും. ഈ ഇൻഫ്ലമേഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഇൻഫ്ലമേഷൻ ഇപ്പൊ നോസിൽ വരുമ്പോഴാണ് ഈ മൂക്കടപ്പ്, തുമ്മല്, ചെസ്റ്റിൽ വരുമ്പോഴാണ് ചുമയും ശ്വാസമുട്ടലും ആയിട്ട് വരുന്നത്. നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞു ഡോക്ടറെ, ഇവിടെ 1-2 സ്ഥലങ്ങളിൽ തടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ചൊറിയുണ്ടാ? ചൊറിയുമല്ലേ ഡോക്ടർ? ഇവർക്ക് എന്താ സംഭവിക്കുന്നത്? അതെ, നല്ല ചൊറിച്ചിലുണ്ടാവും. അതായത് ആ ഇൻഫ്ലമേഷൻ വരുന്നതല്ലേ. അപ്പൊ ഈ നോസിലെ ഇൻഫ്ലമേഷൻ കാണുമ്പോഴാണ് ആ മൂക്കടപ്പ്, തുമ്മല് വരുന്നത്. സ്കിന്നിൽ ഇത് കാണുമ്പോൾ അങ്ങനെ നല്ല ചൊറിച്ചിൽ വരും. സ്കിന്നിൽ ഇത് വരുമ്പോഴാണ്, അതാണ് ഈ സ്കിൻ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് ഭയങ്കര ചൊറിച്ചില് പറയുന്നത്. ഈ ഒരു റിയാക്ഷൻ കൊണ്ടാണത് അങ്ങനെ ആ ഒരു ചൊറിച്ചിൽ വരുന്നത്. അപ്പൊ ഇപ്പൊ അമന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏർട്ടിക്കേരിയൽ റാഷസ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെറുതെ നോർമലായിട്ട് കളിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റാഷസ് വരാറുണ്ട്. അപ്പോൾ സോ ഡസ്മൈറ്റ്, ഹീ സെൻസിറ്റൈസ് ടു ഡസ്മൈറ്റ് ആണ് അവന്റെ അലർജീന്റെ ഒരു റീസൺ. അപ്പൊ അതുകൊണ്ടാണ് ഡസ്മൈറ്റിന് മാത്രമാണ് അവൻക്ക് ആ ഒരു റിയാക്ഷൻ കാണുന്നത്. അതായത് ഈ ഒരു കോക്രോച്ച്, പൂമ്പൊടി, അതുമാതിരി തന്നെ എഗ്, ഫുഡ് അലർജൻസ്, ഇതിനൊന്നും അവൻക്ക് പ്രശ്നങ്ങളില്ല. അവൻക്ക് ഈ ഡസ്മൈറ്റിന് മാത്രമാണ് റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അത് ഏറ്റവും കൂടുതൽ ബെഡ്ഷീറ്റ്, തലയണ, നമ്മളിപ്പോ ഈ അവിടെ ഉണ്ടാവുന്ന പൊടിയിൽ ഉണ്ടാവുന്ന ഈ ഒരു ജീവിയാണ് ഡസ്മൈറ്റ്. സോ കുട്ടികൾ കളിക്കണം, ഡെഫിനറ്റ്ലി കളിച്ച് വളരെ തന്നെ വേണം. നമ്മളിപ്പോ അലർജി ഉണ്ട്, ചുമ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് കളിക്കാൻ പോകണ്ട, ഫുട്ബോൾ കളിക്കണ്ട, അങ്ങനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് വേണം എന്ന് പറഞ്ഞാൽ അവര് ഡെഫിനറ്റ്ലി കളിച്ച് തന്നെയാണ് കളിക്കണം, നിർബന്ധമായിട്ടും കളിക്കണം. അപ്പോ പക്ഷെ നമ്മുടെ വീട്ടില് ഇപ്പൊ ഈ ഡസ്മൈറ്റിന്റെ കൺട്രോൾ മെഷേഴ്സ് എല്ലാം ചെയ്യണം. അതാണ് ഇതിനുള്ള പ്രിക്കോഷൻ. അതെ, അത് കൺട്രോൾ മെഷേഴ്സ് ചെയ്യുകയും വേണം. ഇനി അവൻക്കത് ഭയങ്കരമായിട്ട് ചുമ, ശ്വാസമുട്ടൽ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുന്നുണ്ടെങ്കിൽ ഇതേ സാധനം തന്നെ അവന്റെ ബോഡിയിലേക്ക് കൊടുക്കുക. അലർജി ഉള്ള കുട്ടികൾ വന്നാലും നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവന് അലർജി വന്നതെന്ന് അറിയാൻ പറ്റും. എന്താണ് അതിന്റെ കാരണം? അപ്പൊ ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ചുമയും ശ്വാസമുട്ടലും വരുന്ന കുട്ടികളുടെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അലർജി ആണോ അല്ലേ, അലർജി ആണെങ്കിൽ എന്തിനാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അതിനുള്ളതാണ് ഈ ഒരു ടെസ്റ്റ്. അതെ. ഇത് കണ്ടോ, ഇതാണ് നമ്മള് FOT, ലങ് ഫങ്ഷൻ ടെസ്റ്റ്. അതായത് കുട്ടികളുടെ ഇത് ഇപ്പൊ ചുമ ഒക്കെ ഉള്ള കുട്ടികൾക്ക്, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്ന കുട്ടികൾക്ക് അവരുടെ എയർവേസ്, ലങ്സിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ, എയർവേസ് അഫക്റ്റഡ് ആണോ, അല്ലെങ്കിൽ ലങ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. എപ്പോഴെങ്കിലും ഒരു 3-4 മാസം കൂടുമ്പോ ഒരു ജലദോഷം, ചുമയും വരുന്ന മാതിരിയല്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ നമ്മളുടെ ലങ് ഫങ്ഷൻ എങ്ങനെയാണ്, കാര്യമായിട്ട് അഫക്റ്റഡ് ആണോ, വലിയ പ്രശ്നമൊന്നും ഇല്ലേ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ വലിയ ആളുകളിൽ സ്പൈറോമെട്രി ചെയ്യും. അപ്പോ അതിന്റെ ഡിഫിക്കൽട്ടി എന്താന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഡീപ്പ് ഇൻസ്പിറേഷൻ എടുക്കണം, ഡീപ്പ് എക്സലേഷൻ. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നോർമലായിട്ട് ഇവർ ബ്രീത്ത് ചെയ്യുക, നോർമലായിട്ട് ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. കുട്ടികൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഫ്രം 3 years ഓൺവേർഡ്സ്, 3 വയസ്സായിട്ടുള്ള കുട്ടികളെ മുതൽ നമ്മൾക്ക് ഇതിന്ന് അവരുടെ ലങ് ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ ആക്ച്വലി? ഇപ്പോൾ ആക്ച്വലി ഇപ്പൊ നിങ്ങള് ഒരു വീട്ടിലേക്ക് പോകുന്നു, കുറച്ച് ദിവസമായിട്ട് അടഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ. പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്കാർക്കോ ഭയങ്കരമായിട്ട് തുമ്മല് വരുന്നു, അത് കഴിഞ്ഞ് ചുമ വരുന്നു. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ഒരു കാര്യം കുട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഓവർ റിയാക്ഷൻ. അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഈ അലർജി ടെസ്റ്റിലൂടെ കണ്ടെത്തി. എന്താണ്, ഡസ്മൈറ്റ് ആണ് അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത്.
എന്നിട്ട് അത് തന്നെ ബോഡിയിലേക്ക് കൊടുത്തിട്ട് ആ ഒരു ഓവർ റിയാക്ഷനെ നോർമൽ റിയാക്ഷനിലേക്ക് കൊണ്ടുവരാം. അതാണ് ഇമ്മ്യൂണോതെറാപ്പി ചികിത്സ. എന്താണോ നമ്മൾക്ക് ഓവർ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡീന്റെ, അതിന് നമ്മുടെ നോർമൽ റിയാക്ഷൻ ഒരു കുഴപ്പമില്ലാണ്ട് നോർമലാണ് ആ ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. അല്ലാണ്ട് നമ്മളിങ്ങനെ കുറെ മെഡിസിൻ കൊടുത്തിട്ട് ഇതിനെ സപ്രസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്. മെഡിസിൻ കൊടുത്തപ്പോൾ നമ്മൾ സ്റ്റിറോയിഡ് കൊടുത്ത ആ ഒരു സമയത്ത് മാത്രമേ ആശ്വാസം ഉണ്ടാവും, പിന്നെയും വരും. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നമ്മള് എന്താ അതിന്റെ കാരണം അത് തന്നെ കണ്ടെത്തി അത് തന്നെ ബോഡിയിലേക്ക് കൊടുക്കുക. അതിനാണ് ഇമ്മ്യൂണോതെറാപ്പി. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റില് ഡോക്ടർ ഇവിടുത്തെ ഒരു ആളാണ് നമുക്ക് കണ്ടു. അടുത്ത നമുക്ക് കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണോ ഈ കണ്ണ് അല്ലെ? എല്ലാ ആളുകളും കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെ ഒക്കെ, എക്സ്പെഷ്യലി വർക്കിംഗ് പാരന്റ്സിന്റെ എന്താന്ന് പറഞ്ഞാല് അവർക്ക് ജോബിന് 8 o'clock എത്തണം. അപ്പൊ കുട്ടീന്റെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തീരണം. അപ്പൊ ഒരു മൊബൈല് കൊടുക്കുന്ന ആ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കുന്ന. അപ്പൊ എളുപ്പത്തിൽ മദറിന് അവിടെ പോകാനും പറ്റും, കുട്ടി സെറ്റിൽ ആവുകയും ചെയ്യും. നിർമ്മൽ ഡോക്ടറെ കാണാം. അല്ല, ഞാൻ പറഞ്ഞേ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അല്ലെ? കുട്ടികൾക്ക് വേണ്ട ഒരു സ്പെഷ്യാലിറ്റി സെന്റർ തന്നെയാണ്. നിങ്ങൾ എറണാകുളത്തൊക്കെ വരണം. നമ്മുടെ ഒരു ആഗ്രഹം. നമ്മളിപ്പോ കാലിക്കറ്റാണ് വന്നിരിക്കുന്നത്. എറണാകുളത്തും കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളും ഇതിനൊരു സാധ്യത കാണുന്നുണ്ട് അല്ലെ? നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇനീഷ്യലി ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാവരും എവരിബഡി വാസ് ലൈക്ക് വെരി ഹാപ്പി. എല്ലാവർക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊരു കൺസെപ്റ്റലൈസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്ത് കാണിച്ചു. അതിന് പാട്ടാവാൻ എല്ലാവരും റെഡിയാണ്. ഇതിലുള്ള ഒരു ഡിഫിക്കൽട്ടി ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമ്മള് സൈക്കാട്രിക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് വിടണം, ന്യൂറോളജിക്ക് വേറൊരു സ്ഥലത്തേക്ക് വിടണം. അങ്ങനെ ഡിഫറെന്റ് ഇതായിട്ട് നമുക്ക് ഇവിടെ ആവുമ്പോ എന്താന്ന് പറഞ്ഞാല് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അപ്പൊ ഭയങ്കര എളുപ്പമായിരിക്കും പാരന്റ്സ്. ഒരു കുട്ടി വന്നാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാം. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോൾ അടുത്തത് കുട്ടികളുടെ കണ്ണ് അല്ലേ? അതെ അതെ. താങ്ക് യു സോ മച്ച് നിർമ്മൽ ഡോക്ടർ. അതെ അതെ. അപ്പൊ കുട്ടികളിപ്പോ എന്തായാലും ഇപ്പൊ നേരത്തെ സന ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ഏർലി പാരന്റ്സ് കുട്ടികളെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മൊബൈൽ ഫോണൊക്കെ കൊടുത്തത് ഭയങ്കര പ്രശ്നമൊന്നുണ്ടല്ലോ അല്ലേ? അതാണ് ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പാരന്റ്സിന് അത് കൺവീനിയന്റ് ആണ് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോഴോ അല്ലെ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ ആയിട്ട് മണിക്കൂറുകളോളം വേണമെങ്കിൽ അവരത് പിടിച്ചോണ്ടിരിക്കും. പക്ഷെ ഇത് പിടിച്ചോണ്ടിരിക്കണതിന്റെ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതില് ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും പെടും, കണ്ണിന്റെ പ്രശ്നങ്ങളും പെടും. അത് ഇത്തിരി പ്രശ്നം തന്നെയാണ്. ഡേഞ്ചർ ആയിട്ട് ഈ പിള്ളേർക്ക് ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ട്. സ്ക്രീൻ ടൈം കൂടുന്നുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് 2 വയസ്സിന് മുന്നേ ഒക്കെ അത് ടി വി ആയാലും ടാബ് ആയാലും മൊബൈൽ ആയാലും ഒക്കെ സെയിം ഇമ്പാക്ട് ആണ്. 2 വയസ്സിന് മുന്നേ എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഓട്ടിസം, ADHD പോലത്തെ പ്രശ്നങ്ങൾ ഭയങ്കര ഹൈ ആണ്. കൂടുതൽ ടൈം സ്ക്രീൻ നോക്കിയിരിക്കുന്ന കുട്ടികൾ. അതുകൊണ്ട് അതിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇത് തീരെ പാടില്ല തന്നെയാണ് പറയുന്നത്. ഈ ബ്രെയിൻ ഡെവലപ്പ് ആയിട്ട് വരുന്ന സമയത്താണ് അല്ലെ? ആ ഒരു സമയത്താണ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു ടൈമില് ഇത് കംപ്ലീറ്റ്ലി അവര് വേറൊരു വേൾഡിലോട്ട് കൊണ്ടുപോവാണ്. ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉള്ള വേറൊരു വേൾഡിലോട്ട് കൊണ്ടുപോവാണ് ഈ ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിള്ളേർ ആ ഒരു വേൾഡിനകത്ത് മാറിപ്പോകും. അപ്പൊ നമ്മള് ബാക്കി വേൾഡിനായിട്ട് ഒരു ബന്ധം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ അതിലോട്ട് ആയിപ്പോവാ എന്നുള്ള ഒരു ഇതാണ് അത് കാണുന്നത്. അപ്പൊ ഏർലി ആയിട്ട് ഇത് കൊടുക്കുന്ന പിള്ളേർക്ക് ആക്ച്വലി നമ്മളൊരു കൾച്ചർ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ബോത്ത് പാരന്റ്സ് വർക്കിംഗ്. അപ്പം പെട്ടെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ള രീതിയിലാണ്. അത് ആരെയും കുറ്റം പറയാനോ ജഡ്ജ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം അല്ല. നമ്മൾ അങ്ങനെയും കണക്കാക്കരുത്. നമ്മളൊരു പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരല്ല, അതിന്റെ ഒരു പരിഹാരം കൂടെ പറയണല്ലോ. അപ്പൊ യൂഷ്വലി ഞാനിപ്പോ പറയാറ് 2 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ പ്ലേ സ്കൂളിൽ ചേർത്താനാ പറയാറ്. 2 വയസ്സാകുമ്പോഴേക്കും. അപ്പൊ ഒരു 3-4 മണിക്കൂർ എന്തായാലും അവര് പ്ലേ സ്കൂളിൽ ഇരിക്കും, ബാക്കി കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ ഈ സ്പീച്ച് ഡിലേ ഒരു ഭയങ്കര പ്രശ്നമാണ്. അതായത് ഈ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങോട്ടൊന്നും പറയണ്ട,
ടി വി മൊബൈൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കില്ല. വൺ വേ ട്രാഫിക് ആണല്ലോ. വേറെ കുട്ടികളുടെ കൂടെ ആകുമ്പോൾ, വേറെ ആൾക്കാരുടെ കൂടെ ആകുമ്പോൾ ഈ കുട്ടി ആ എഫേർട്ട് എടുക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കണം. അതാണ് മിസ്സാവുന്നത് ഈ ഒരു 2 വയസ്സിന് 3 വയസ്സിന് മുന്നേക്കുള്ള കുട്ടികൾ സ്ക്രീൻ ഒരുപാട് സമയം കാണുമ്പോൾ. അപ്പൊ കുട്ടികൾ ചെറുപ്പത്തിൽ അതാണ് കണ്ണട വെക്കേണ്ട പ്രശ്നമാണല്ലോ ഡോക്ടർ അല്ലേ? കണ്ണട വെക്കേണ്ട പ്രശ്നം പലപ്പോഴും ഇതുമായിട്ട് മാത്രം റിലേറ്റഡ് ആവണമെന്നില്ല. ചില കുട്ടികൾ ജന്മനാലിനെ കണ്ണട വെക്കേണ്ട പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ മിക്കപ്പോഴും കുറച്ച് കഴിയും. അൺലെസ് ഭയങ്കര ഹൈ പവർ ആണ്. ഒരു ലക്ഷണം വളരെ നേരത്തെ കാണുന്ന ഒരു ലക്ഷണം കണ്ണ് കോങ്കണ്ണാണ്, സ്ക്വിന്റ് കാണുമ്പോൾ എപ്പോഴും നമ്മളത് വെച്ചോണ്ടിരിക്കാണ്ട് അത് പെട്ടെന്ന് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളിൽ പലപ്പോഴും കാഴ്ചക്കുറവിന്റെ ഒരു ലക്ഷണമാണ് സ്ക്വിന്റ്. നമ്മളത് ഉടനെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ കാഴ്ചക്കുറവിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മിസ്സായി പോകും. പലരും ഇത് ഭയങ്കര നല്ല ലക്ഷണമാണ്, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കുണ്ടായിരുന്നു, മുത്തശ്ശനുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് വല്ലാണ്ട് ഡിലേഡ് ആവും. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ട സമയത്ത് കണ്ടുപിടിക്കാണ്ട് പോവാറുണ്ട്. എല്ലാ കുട്ടികൾക്കും നമ്മളൊരു ഫ്രീ ആയിട്ട് തന്നെ ഒരു ഡെന്റൽ സ്ക്രീനിങ്ങും ഒഫ്താൽ സ്ക്രീനിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് ഇതേമാതിരി എന്നത് വേറെ കാര്യത്തിനാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി, അലർജി കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള. അപ്പൊ അത് വന്ന് അത് കഴിഞ്ഞ് പോണ വഴിക്ക് ഇത് സ്ക്രീൻ ചെയ്തിട്ട് പോണ സമയത്താണ് നമ്മൾ ഇതൊരു വലിയ ഡിഫറൻസ് ഓഫ് വിഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ക്രീനിങ് കിട്ടുന്നത് തന്നെ ഇപ്പം പലപ്പോഴും ഡോക്ടേഴ്സിനെ ഞാൻ എന്റെ മോന്റെ കാര്യം തന്നെ പറഞ്ഞു. 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതന്നെ ആക്ച്വലി സ്കൂളിൽ നിന്ന് മാഡം പറഞ്ഞിട്ട് ബാക്ക് ബെഞ്ച് ഇരുമ്പം കാണുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മളിത് കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ഡയറക്ട്ലി നമ്മൾ എല്ലാ ഇയറിൽ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു നമ്മൾ ചെയ്യാറില്ല ആക്ച്വലി. അല്ല, ഞാൻ ഇവിടെ കണ്ട ഏറ്റവും ഒരു പ്രത്യേകത മാഡം, ഒരു കുട്ടിയുമായിട്ട് വന്നു കഴിഞ്ഞാല് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്ന് കയറി അവനെന്തോ ടെസ്റ്റ് ചെയ്തൊക്കെ പോകുന്ന എപ്പോഴും നല്ലത്. ഇപ്പൊ കാലഘട്ടം അങ്ങനത്തെ ആണല്ലോ അല്ലേ? ഇതിലെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫ്താൽ ചെക്കും അതുമാതിരി ഡെന്റൽ ഇതൊക്കെ വരുമ്പോ നമ്മള് അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലും പ്രിവെൻഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോവാ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളെന്തായാലും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ നമ്മൾ ഡോക്ടർ എറണാകുളത്താണോ? നമ്മുടെ നാട്ടിലെ പഠിച്ചു എന്നെ വന്നിട്ട് എറണാകുളത്ത് ചോദിക്കുന്നത്. താങ്ക് യു സോ മച്ച്. കാണാം കേട്ടോ ഡോക്ടർ. നമ്മളിപ്പോഴും കണ്ണിന്റെ ഒരു ഡോക്ടറെയും കണ്ടു. ഇത് നമ്മുടെ പ്രൊസീജിയർ റൂമാണ്. നമ്മൾ ബേസിക്കലി ഇവിടെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സ് മിക്കവാറും നമ്മളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് കുട്ടികളെ. അപ്പൊ ഒരു നോർമൽ കാര്യം പറഞ്ഞപ്പോ സർക്കംസിഷൻ. അപ്പൊ നമ്മളെ കൂടെ നമ്മളെ ഡോക്ടർ ഹാരിസ് ഉണ്ട്, പ്ലാസ്റ്റിക് സർജൻ ആണ് പുള്ളി. പുള്ളി വന്നിട്ട് എല്ലാ ഫ്രൈഡേസിലും നമുക്കിവിടെ സർക്കംസിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടൊക്കെ MBBS ഡോക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് സർജൻ ചെയ്യുമ്പോ എന്തായാലും ആ ഒരു ഡിഫറൻസ് ലൈക്ക് ഒരു 1 hour തന്നെ വന്നു ചെയ്തു, ഒരു half an hour to 1 hour തന്നെ അവർക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രീഷ്യൻ ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാല് നമ്മൾ പലപ്പോഴും ഇത് ചെയ്യുന്നത് ഒരു സാധാ ക്ലിനിക്കിലോ ചെറിയ സെന്ററിലോ ഒക്കെ ആയിരിക്കും. ഒരു MBBS ഡോക്ടറോ ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാല് അവിടുന്ന് പിന്നെ ഒരു എമർജൻസിയിൽ എടുത്ത് ഓടേണ്ട ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകും. ഇവിടെ അതില്ല. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉള്ളത്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് കവർ ഓൾറെഡി ഉണ്ട്. അപ്പൊ എന്തൊരു എമർജൻസി വന്നാലും ഹാൻഡിൽ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ നമ്മള് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മേഘ വരുന്നുണ്ട്, പീഡിയാട്രിക് ENT സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം നോർത്ത് കേരളയില് അങ്ങനെ ഒരു പീഡിയാട്രിക് ENT എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഹോസ്പിറ്റലും ഇല്ല. അപ്പം മാഡം വരുന്നുണ്ട്. ഇപ്പം ഷീസ് കമ്മിങ് ഓൺ 2 ദിവസം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ അഡിനോയിഡ്സ്, അതുപോലത്തെ ഇയർ സംബന്ധമായിട്ടുള്ള നോസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ കേസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മെഷീനാണ് ഉള്ളത്. ഇപ്പൊ കുട്ടികള് വായിലൂടെ ആയിരിക്കും ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോസിലൂടെ ബ്രീത്ത് ചെയ്യുമ്പോ എയർ പ്യൂരിഫൈ ചെയ്തിട്ടാണ് ലങ്സിലേക്ക് എത്തുന്നത്, ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. ഇത് വായിലൂടെ ആവുമ്പോ എന്താന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ഒന്നും ചെയ്യാണ്ട് നേരെ രോഗാണുക്കളൊക്കെ ശ്വാസകോശത്തിലേക്ക് എത്തണം. അപ്പൊ അത് ഈ അഡിനോയിഡ് ദശ ഉള്ള റീസൺ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാനും പറ്റും.
അത് ശരിക്കും നമുക്ക് ഈ ഒരു നേസൽ എൻഡോസ്കോപ്പിയിലൂടെ പാരന്റ്സിന് തന്നെ കാണാൻ പറ്റും എന്താണെന്നുള്ളത്. ബ്ലോക്ക്ഡ് ആണ് നോസ് എന്നുള്ളത്. നമ്മൾ ആ ഒരു നാസഫാരിങ്സ് അതിൽ എത്രത്തോളം ഈ ഒരു ദശ വന്നിട്ട് അടഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ഒരു പെർസെന്റേജും ഇതൊക്കെ വെച്ചിട്ടാണ് ഇവരത് സർജറിയിലോട്ട് പോകണോ മരുന്നിന്റെ ട്രീറ്റ്മെന്റ് മതിയോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു ഫസ്റ്റ് ലൈൻ സർജറി അല്ലാത്ത ബാക്കിയുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാനും ചെയ്യാനും പറ്റും. അല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ്, കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഏതെങ്കിലും ഒരു പീഡിയാട്രീഷ്യനെ പോയി കാണാമെന്നാണ് പറയണത്. അതെ അതെ. പക്ഷെ ഇങ്ങനത്തെ ഒരു സെന്ററിൽ വന്നാൽ എന്തുകൊണ്ടാണ് അവന് വന്നത് എന്നുള്ള കാര്യങ്ങൾ ഫുള്ള് നമുക്ക് നോക്കാൻ ചെയ്യാനായിട്ട് പറ്റും. അതെ അതെ, അത് വലിയൊരു കാര്യം. അതായത് ഈ കോൺസെപ്റ്റ് നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ എന്തായാലും നമ്മുടെ ഞാൻ ഇവരോട് പറയുന്നത്, കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ അവസ്ഥ അല്ലേ, പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം അവർ ഭയങ്കര ടെൻഷൻ ആവും അല്ലേ. എന്തുകൊണ്ട് ഇപ്പൊ ECG, EEG അങ്ങനെയുള്ള ടെസ്റ്റുകളാകുമ്പോ ഇപ്പൊ ഹോസ്പിറ്റലാകുമ്പോ നമുക്ക് കുറച്ചതൊരു ഇതാണ്. ആ നേരം നമ്മളിപ്പോ ക്ലിനിക്കിലാകുമ്പോ ജസ്റ്റ് വരുന്ന ECGയും EEGയും ഒക്കെ ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ എടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു സെന്റർ ഉണ്ടാക്കുന്ന സമയത്ത് ആലോചിച്ചത് എന്താ വെച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് ലുക്ക് ലൈക്ക് എ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മളൊരു ഇന്റീരിയേഴ്സ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതൊരു ഹോസ്പിറ്റൽ ഫീല് കുട്ടികൾ കൊടുക്കരുത്. അവര് വന്ന് എൻജോയബിൾ ആയിട്ട് കളിച്ച് ജോലിയാക്കി അതിനിടെ ഡോക്ടറെ കണ്ട് പ്രൊസീജിയറൊക്കെ ചെയ്ത് അങ്ങനെയാണ് പോകാൻ പറ്റുന്നത്. അപ്പോൾ കമ്മിങ് ടു ആസ്പെയർ അവർക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആവരുത് എന്നുള്ളത് നമുക്കൊരു തോട്ടായിരുന്നു ഇനിഷ്യലി. ആസ്പെയർ എല്ലാവർക്കും ഒരു ഇൻസ്പയർ ആകട്ടെ, അല്ലേ? അതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഡോക്ടർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത്. ഡോക്ടർ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു പർപ്പസിന്റെ ഭാഗമാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ എന്തായാലും ഡോക്ടറൊക്കെ നമുക്ക് പേഴ്സണലി പരിചയപ്പെടാൻ സന്തോഷം. ഞാൻ ഇനി കുറെ ആൾക്കാർ റെഫർ ചെയ്യാം. സന ഡോക്ടറൊക്കെ പേഴ്സണലി നമുക്ക് ബന്ധമുള്ള കാരണം ആർക്കെങ്കിലും സന ഡോക്ടറുടെ കോൺടാക്ട് നമ്മൾ കൊടുക്കും കേട്ടോ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.